മെക്സിക്കോയിലെ കോഹുവില സംസ്ഥാനത്തുള്ള പ്രശസ്തമായ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ അതിക്രമിച്ചു കയറിയ അജ്ഞാതർ സക്രാരിയും പരിശുദ്ധ കുർബാനയും മോഷ്ടിച്ചു. മെയ് 7-ാം തീയതി പുലർച്ചെയാണ് ക്രൈസ്തവ ലോകത്തെ നടുക്കിയ ഈ സംഭവം നടന്നതെന്ന് സാൽട്ടല്ലോ ബിഷപ്പ് മോൺസിഞ്ഞോർ ഹലേരിയോ ഗോൺസാലസ് ഗാർസിയ അറിയിച്ചു. പുലർച്ചെ 5:30 ദേവാലയത്തിന് വാതിൽ തകർത്തകത്തു കയറിയ മോഷ്ടാവ് അരുളിക്കായിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തിയും സക്രാരിയും അപഹരിക്കുകയായിരുന്നു. മറ്റു തിരുവോസ്തികൾ ദേവാലയത്തിന് തറയിൽ അലക്ഷ്യമായി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സക്രാരിക്ക് പുറമെ ശുശ്രൂഷകൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു ട്രംപറ്റും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ നിയമമനുസരിച്ച് ഇതൊരു വിശുദ്ധ സ്ഥലത്തെ അവഹേളിക്കലും ദിവ്യകാരുണ്യത്തോടുള്ള കടുത്ത നിന്ദയുമാണെന്ന് ബിഷപ്പ് വ്യക്തമാക്കി. ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തി കത്തോലിക്ക വിശ്വാസിയാണെങ്കിൽ അദ്ദേഹം സഭയിൽ നിന്ന് സ്വയം പുറത്താക്കപ്പെട്ടതായും ബിഷപ്പ് പ്രഖ്യാപിച്ചു. സഭ നൽകുന്ന ഏറ്റവും കടുത്ത ശിക്ഷാ നടപടിയാണിത്. വിശുദ്ധ സ്ഥലങ്ങളെയും അവിടെ സൂക്ഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളെയും സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ബിഷപ്പ് ഹെലേരിയോ ഗോൺസാലസ് വ്യക്തമാക്കി. സംഭവത്തിൽ അതിരൂപത ദുഃഖം രേഖപ്പെടുത്തി. പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുന്നതുവരെ ശുശ്രൂഷകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി അതിരൂപത അറിയിച്ചു. സമാനമായ രീതിയിലുള്ള മറ്റൊരു മോഷണം ഇക്കഴിഞ്ഞ മാർച്ച് 23-ന് ഇതേ രൂപതയിലെ ഡിവൈൻ മേഴ്സി ചാപ്പലിലും നടന്നിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ വിശ്വാസികൾ വലിയ ആശങ്കയിലാണ്. മോഷ്ടാക്കളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ സഭാ അധികൃതരെ അറിയിക്കണമെന്ന് ബിഷപ്പ് അഭ്യർത്ഥിച്ചു.